ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അതിനാദ്യം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് മുഴുവനായിട്ടുള്ള മസാലകൾ ഇട്ട് കൊടുക്കണം. ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ബേ ലീവ്സ് അതെല്ലാം ഇട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് നേരത്തെ തന്നെ കഴുകി വെള്ളം ഊറ്റി വെച്ചേക്കുന്ന അരി ഇട്ട് കൊടുക്കുക. അതിനൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം അരിക്ക് പാകത്തിനുള്ള വെള്ളവും ഉപ്പും ഇട്ട് കൊടുത്ത് ഒരു നാരങ്ങയും പിഴിഞ്ഞ് വെച്ചിട്ട് നമുക്ക് അതിനെ തിളപ്പിക്കാൻ വയ്ക്കാം. അത് അവിടെ ഇരുന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ചിക്കനുള്ള പണികൾ നോക്കാം. ആദ്യം തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ജാതിപത്രി അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കുറച്ച് ഉപ്പും ഇട്ട് വഴറ്റാൻ വെക്കണേ. അപ്പോഴത്തേക്കും നമ്മുടെ അരി ഏകദേശം റെഡിയായി. ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് അതിനുവേണ്ടി മസാലയ്ക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പുതിനയില, മല്ലിയില അതൊന്ന് ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോഴത്തേക്കും ഈ മിക്സും കൂടി അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറട്ടെ. അപ്പോഴത്തേക്കും ഞാൻ വറക്കാനുള്ള സവാള നീളത്തിൽ അരിഞ്ഞെടുത്തായിരുന്നു. ഇനി നമുക്ക് ചിക്കനിൽ ആവശ്യമുള്ള മസാലകൾക്ക് വേണ്ടിയായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയൊക്കെ ഞാൻ സെപ്പറേറ്റ് മൂപ്പിച്ചെടുത്തു. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വെക്കണം. അപ്പോഴത്തേക്കും എയർ ഫ്രയറിൽ ഞാൻ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ഫ്രൈ ചെയ്യാൻ വെച്ചു കേട്ടോ. എണ്ണയിൽ വറുത്തെടുക്കാം. എയർ ഫ്രയർ ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്തെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി, ഗ്രേവിയിലൊക്കെ എണ്ണ തെളിഞ്ഞു വന്നു. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കുക. അതിന് ശേഷം പിന്നെ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാകത്തിനുള്ള ചൂടുവെള്ളം. ബിരിയാണി ആയതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, അതിൻ്റെ പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. ഒന്നാമത് ഫ്രൈ ചെയ്തുകൊണ്ട് അത് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. മൂടി വയ്ക്കാം. അത് കഴിഞ്ഞൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും സവാള ഫ്രൈ ചെയ്തത് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി ഫ്രൈ ആവാം കേട്ടോ, ഞാൻ അധികം ഫ്രൈ ആക്കിയില്ല. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറി കുറച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന രീതിയിലാക്കിയെടുക്കണം. അപ്പോൾ നമുക്കതിനെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടി കുറച്ച് ഒരു ഗാർണിഷിന് വേണ്ടി ഇട്ട് കൊടുത്താണ്. അപ്പോൾ അങ്ങനെ ചിക്കൻ റെഡിയായി. ഞാൻ ചിക്കനും റൈസും ഒരുമിച്ചല്ല കേട്ടോ വേവിക്കാറ്. ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതി. ഇനി നമുക്കതിനെ ദം ചെയ്യാനായിട്ട് ലെയറാക്കാം. അപ്പോൾ ആ റൈസ് വെച്ച് പാത്രത്തിൽ നിന്ന് കുറച്ച് റൈസ് മാറ്റിയിട്ട് അതിൽ തന്നെയാണ് ദം ചെയ്യുന്നത്. അപ്പം കുറച്ച് ഉള്ളി വറുത്തതും ഇലകൾ കട്ട് ചെയ്തത് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്ത് പിന്നെ ചിക്കനും ഇട്ട് കൊടുത്തിട്ട് റൈസ് അതിൻ്റെ മുകളിലിട്ട് ഇങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. റൈസ്, ചിക്കൻ, ഉള്ളി, പിന്നെ മല്ലിയില, പുതിനയില അങ്ങനെ ഇട്ടിട്ട് നമുക്കതിനെ സെറ്റ് ചെയ്യാം. പിന്നെ കശുവണ്ടി, മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ടേസ്റ്റ് കുറച്ച് കൂടും. എൻ്റെ കയ്യിൽ ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ ദം ചെയ്യാനാക്കി റെഡിയാക്കി. ഇനി നമുക്കതിനെ ദം ചെയ്യാൻ വെക്കാം. ഞാൻ ഡയറക്റ്റാണ് വെക്കുന്നത്, വേറെ പാനൊന്നും വെക്കുന്നില്ല. ഡയറക്റ്റ് ഗ്യാസ് അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത്. അതുകൊണ്ട് അധികം തീയിടാതെ സിമ്മിലാണ് വെക്കുന്നത്. 5 മിനിറ്റ് മാത്രമേ ഞാൻ വെച്ചോളൂ. ചിക്കനും റൈസും ഒക്കെ ചൂടായതുകൊണ്ട് വേഗം തന്നെ ഓഫ് ചെയ്തു. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി വിളമ്പിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി അങ്ങനെ റെഡിയായി. അങ്ങനെ ഞാൻ കഴിക്കാൻ എടുത്തിട്ടുണ്ട്. കൂടെ നല്ല സാലഡും ഉണ്ട്, പിന്നെ അച്ചാറും ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.